ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ജിമ്മിൽ പോയിട്ട് ആശാൻ അത് ഇതിന്ന് കാണിക്കുമ്പോൾ ആരും ചെയ്യുന്നല്ലാതെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങുവാണോ അല്ലെങ്കിൽ ജിമ്മിൽ പൊക്കോണ്ടിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീഡിയോ. കാരണം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ജിമ്മിൽ പോകുന്നത് വേസ്റ്റ് ആവാതിരിക്കാനും എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ കാണിക്കുന്നുള്ളതും വ്യക്തമായി പറയാം. ഇത് പ്യുവർ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. പിന്നെ സയന്റിഫിക് സ്റ്റഡീസ് ഇതിന്റെ പുറകെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എങ്കിൽ അതേപോലെ ഇന്നത്തെ പറയുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്ന ഒരു ബാധ്യതയിൽ നിന്ന് ഒരു നല്ല കാര്യമായിട്ടും ഒരു enthusiastic തിങ് ആയിട്ട് മാറും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ 3 വർഷം ജിമ്മിൽ പോകുന്നുണ്ട്. ഞാൻ നല്ലൊരു ബോഡി ആയിരുന്നു. ഐ മീൻ വളരെ മോശം ഒരു ബോഡി ആയിരുന്നു. സ്കിന്നി ഫാറ്റ് എന്ന് പറയും. അതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ബോഡിയിലോട്ട് വന്നു. പിന്നെ ബൾക്ക് ചെയ്യാൻ നോക്കിയിട്ട് കുറച്ച് ഡേർട്ടി ബൾക്ക് ആയി പോയി. അവസാനം ഇപ്പൊ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഫേസിലാണ് ഞാൻ നിൽക്കുന്നത്. സോ ഈ സ്കിന്നി ഫാറ്റ് ആയിരുന്ന ഞാൻ നല്ലൊരു ബോഡിയിലോട്ട് കിട്ടാൻ വേണ്ടി കുറെ സമയം എടുത്തു. പക്ഷെ അവിടുന്ന് പിന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുത്തുള്ളൂ. പക്ഷെ ഞാൻ ഡയറ്റ് നോക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ വല്ലാണ്ട് അങ്ങ് തടി വെച്ച് പോയി. പിന്നെ ഇപ്പൊ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ അനുഭവിച്ചിട്ടുള്ളതിനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഒരു കുറച്ച് മിത്സ് ഉണ്ട്, കുറച്ച് ഫാക്ട്സ് ഉണ്ട്, കുറച്ച് ബിഗിനർ മിസ്റ്റേക്സ് ഉണ്ട് അവോയ്ഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇനി വീഡിയോ കിടക്കാം. സോ ഫസ്റ്റ് വൺ, പ്രീ ഡോമിനന്റ് ജെനറ്റിക്സ്. അതായത് നിങ്ങൾ എത്ര നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഉറപ്പിച്ച് പറയാം, നമുക്കൊക്കെ ഒരു ജെനറ്റിക്കൽ ഡോമിനേഷൻ ഉണ്ടാവും. ചില ആൾക്കാർ ജെനറ്റിക്കലി അവരുടെ ചെസ്റ്റ് അല്ലെങ്കിൽ ബൈസെപ്സ് വീക്ക് ആയിരിക്കും. ചിലവരുടെ ജെനറ്റിക്കലി എന്താ പറയുക ലെഗ് ഭയങ്കര വീക്ക് ആയിരിക്കും. പക്ഷെ ബോഡിയിൽ നല്ല വിട്ടും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാവും. സോ നമ്മുടെ ജെനറ്റിക്സ് എന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എക്സസൈസ് ചൂസ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ അടുത്ത് നമ്മുടെ കോച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജിമ്മിലെ മാഷോ ആശാനോ ഒക്കെ പറയുന്നില്ലേ, നമുക്ക് ഓരോ ഡയറ്റുകൾ ഓരോ ദിവസത്ത് പറഞ്ഞു തരും, ഓരോ സ്പ്ലിറ്റുകൾ പറഞ്ഞു തരും. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് ജനറലി ഒരു എന്താ പറയുക ആവറേജ് ബോഡിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഡയറ്റും അതേപോലെ എക്സസൈസ് റുട്ടീൻസും ആണ്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കണം നിർബന്ധമില്ല. ഇതാണ് പേഴ്സണൽ ട്രെയിനിങ്ങിലൂടെ ആൾക്കാർ നിങ്ങൾക്ക് വിൽക്കുന്നത്. കാരണം നിങ്ങളുടെ സ്പെസിഫിക് ബോഡി ടൈപ്പ്, ബോഡി വെയിറ്റ്, ബോഡി കണ്ടീഷൻ അനുസരിച്ചാണ് നിങ്ങളുടെ പേഴ്സണൽ കോച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ കോച്ചിന് അല്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പേഴ്സണൽ ട്രെയിനേഴ്സ് എടുക്കാൻ അത്ര ഫണ്ട് ഉണ്ടാകത്തുമില്ല. അതിന്റെ ആവശ്യവുമില്ല. സോ ഇത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ പ്രീ ഡോമിനന്റ്ലി എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കുക. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടി. കാരണം ഞാൻ എപ്പോഴും എന്താ പറയാ വർക്ക് ഓൺ യുവർ സ്ട്രെങ്ത് ആൻഡ് ഇഗ്നോർ യുവർ വീക്ക്നെസ് എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയൽ ബോഡി ഉണ്ടാവും. അതിലോട്ട് എത്താൻ വേണ്ടി നമ്മുടെ വീക്ക്നെസ് സ്ട്രെങ്തൻ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഉള്ള സ്ട്രെങ്ത്തുകളില്ലേ അതിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. വല്ലാതെ അതിന് എക്സസൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കാർഡിയോ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ കാർഡിയോ കൂൾ ചെയ്ത് എനർജി കളയുന്നതിന് പകരം അത്രയും കൂടെ എനർജി എടുത്തിട്ട് നിങ്ങളുടെ ചെസ്റ്റ് വീക്ക് ആണെങ്കിൽ ചെസ്റ്റിന് കൂടുതൽ കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ലെഗ് ആയിരിക്കും വീക്ക്. ചെസ്റ്റും ബൈസെപ്സും പെട്ടെന്ന് മസിൽ ഗെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലെഗ് ഭയങ്കര സ്ലോ ആയിട്ട് ആയിരിക്കുന്നത്. ജനറ്റിക്കലി നിങ്ങൾക്ക് ലെഗിനൊരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ ലെഗിന് കൂടുതൽ ഇത് കൊടുക്കുക. സോ എന്റെ കേസിൽ എനിക്ക് ലെഗ് പ്രീഡോമിനന്റ്ലി അത്യാവശ്യം സ്ട്രോങ് ആണ് ബോഡി റേഷൻ അനുസരിച്ച്. പക്ഷെ എനിക്ക് ചെസ്റ്റും ബാക്കും ഷോൾഡറും ആണ് ഏറ്റവും കൂടുതൽ വീക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതേപോലെ ആപ്സും. സോ പ്രത്യേകിച്ച് ലോവർ ആപ്സ്. സോ ഞാൻ എന്ത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലോവർ ആപ്സിനുള്ള എക്സസൈസ്, പിന്നെ ചെസ്റ്റിലോട്ട്, പിന്നെ ബാക്കിലോട്ട്. സോ എനിക്ക് ആപ്സ് കിട്ടാൻ വേണ്ടി ഏറ്റവും പാടുന്നത് ലോവർ ആപ്സ് എനിക്ക് ഫാറ്റ് ബേൺ ആവില്ല. ഭയങ്കര എപ്പോഴും ഒരു മീഡിയം ഫാറ്റിൽ തന്നെ ഇരിക്കുക എപ്പോഴും. സ്കിന്നി ഫാറ്റ് എന്നൊരു കണ്ടീഷനാണ്. സോ അത് മാറാൻ വേണ്ടിയാണ് ഞാൻ എന്റെ എക്സസൈസ് നേരെ ഫോക്കസ് ചെയ്യുന്നത് എന്റെ മേജർ വീക്ക്നെസ് ആയ ആപ്സിലോട്ടും പിന്നെ സെക്കൻഡ് വീക്ക്നെസ് ആയ ചെസ്റ്റിലോട്ടും പിന്നെ ബാക്കിലോട്ടും. ബൈസെപ്സും ട്രൈസെപ്സും എനിക്ക് മസിൽ കയറും. അതേപോലെ ലെഗ് പ്രീഡോമിനന്റ്ലി സ്ട്രോങ് ആണ് എന്റെ. അത് ഫാറ്റ് ഉള്ളതുകൊണ്ട് മാത്രം മസിൽ കാണത്തില്ല എന്നുള്ളൂ. പക്ഷെ പ്രീഡോമിനന്റ് സ്ട്രോങ് ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള വീക്ക്നെസ് സ്ട്രെങ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയൽ ബോഡി അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ വീക്ക്നെസ്സുകൾ പെട്ടെന്ന് സ്ട്രെങ്തൻ ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ എനർജി മൊത്തവും ജനറിക്കലി ബിൽഡ് ചെയ്യുന്ന വർക്കൗട്ട് സ്പ്ലിറ്റിലോട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന വർക്കൗട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. കാരണം അത് ഒരു ആവറേജ് പേഴ്സൺ വേണ്ടിയാണ്. ആവറേജ് പേഴ്സണിന് എല്ലാം ഏറെക്കുറെ സെയിം പ്രപ്പോർഷൻ എന്നുള്ള കണക്കുകൂട്ടൽ അവർ സ്പ്ലിറ്റ് ബിൽഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ജനറ്റിക്കലി വീക്ക് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ജനറ്റിക്കലി സ്ട്രെങ്ത് കിട്ടുന്ന കാര്യങ്ങളും നോക്കിയിട്ട് വേണം ഒരു വർക്കൗട്ട് സ്പ്ലിറ്റ് ചൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കുക. അതായിരിക്കും ഏറ്റവും ഭേദം. നെക്സ്റ്റ് വൺ, ഡയറ്റ്. ഡയറ്റിന്റെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. നമ്മുടെ ബോഡീസിൽ എനർജിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്, അതിന് എനർജി ഉപയോഗിക്കുന്നതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കാലറീസ്. എത്ര കാലറി വേണം നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി. ഒരു നമ്മുടെ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഞാൻ കൊടുക്കാം. ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് സിംപ്ലി പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ കാലറിയേക്കാളും കുറവ് കഴിക്കുകയും നിങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വെയിറ്റ് കുറയും. നിങ്ങൾ നിങ്ങളുടെ കാലറിയേക്കാളും കുറവ് കഴിക്കുകയും പ്രോട്ടീൻ കൂട്ടുകയും വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയും, ഫാറ്റ് കുറയും, മസിൽ ബിൽഡ് ആവും. നമ്മൾ കാണിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് വെച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കുറയാൻ വേണ്ടി കാലറിയേക്കാളും കുറവ് കഴിക്കും, ഡയറ്റ് എടുക്കുമെന്നും പറഞ്ഞ് ഫുഡ് കുറച്ച് കഴിക്കും.
എന്നിട്ട് നമ്മൾ ഭയങ്കര വർക്കൗട്ട് ചെയ്യും, പ്രത്യേകിച്ച് കാർഡിയോ ചെയ്യും. അപ്പൊ സംഭവിക്കുന്നത് വെച്ചാൽ മസിൽ പെട്ടെന്ന് വെയിറ്റ് കുറവായിരിക്കും. ഒരു 6, 7, 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് നന്നായി ഒരു 5-6 കിലോ ഒക്കെ കുറയും. പക്ഷെ ആ കുറയുന്ന വെയിറ്റ് മൊത്തം മസിൽ വെയിറ്റും അതേപോലെ വാട്ടർ വെയിറ്റും ആണ്. അല്ലാതെ ശരിക്കുമുള്ള ഫാറ്റ് ബേൺ ആവുന്നില്ല. നിങ്ങളുടെ ബോഡി ഷേപ്പ് മാറുന്നില്ല, ബോഡിയുടെ വിഡ്ത്തും മാത്രം കുറയുന്നുള്ളൂ. സോ നിങ്ങൾക്ക് എപ്പോഴും സസ്റ്റൈനബിൾ ആയിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ സിമ്പിൾ. ഇപ്പൊ ഞാൻ തരുന്ന ഫോർമുല ഉപയോഗിച്ച് നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ കഴിക്കുന്ന ഡയറ്റ് എന്തൊക്കെയാന്ന് നോക്കുക. ഒരു ദിവസം ഓൺ ആൻ ആവറേജ് ഒരാഴ്ചയിൽ എന്തൊക്കെ കഴിക്കുന്നത്, ആ എല്ലാ ഫുഡും ഒന്ന് എഴുതിയിട്ട് അതിന്റെ കാലറീസ് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ എടുക്കുക, അതിന്റെ കാലറി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങളുടെ കാലറിയേക്കാളും കൂടുതലാണെങ്കിൽ കാലറി കുറയ്ക്കുക, ഐ മീൻ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ ഫുഡ് കുറയ്ക്കുക, എങ്ങനെ വെച്ചാൽ കുറയ്ക്കുക. ഒരു 20 to 50%, 30% ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് വർക്കൗട്ട് കൂട്ടുക, ആ 30% കുറച്ചിട്ട് അത്രയുള്ള പ്രോട്ടീൻ കൂടുതൽ കഴിക്കുക. സിമ്പിൾ ആസ് ഹെൽ. അങ്ങനെയാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ക്രേസി ആയിട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കണം, വല്ലാതെ ക്രിയേറ്റിൻ എടുക്കണം, അതൊന്നും ആവശ്യമില്ല. സോ നെക്സ്റ്റ് വൺ, ദ സിംപ്ലിസിറ്റി. നമ്മൾ പല ആൾക്കാരെയും വിചാരിക്കുന്ന ഒരു മിത്താണ് ജിമ്മിൽ പോകുമ്പോഴത്തേക്കും, മിത്തല്ല, നമുക്കൊരു ഓവർ തിങ്കിങ് കാരണം വരുന്ന സംഭവമാണ്. ജിമ്മിൽ പോകുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. ഇത്ര മണിക്കൂർ ഉറങ്ങണം, ഇത്ര മണിക്കൂർ ഫുഡ് കഴിക്കണം, ഇത്ര നേരം ഫുഡ് കഴിക്കണം, അത്ര മസിൽ വരണമെങ്കിൽ. സോ ഞാൻ പറയാം, നമ്മൾ ഈ 90% പോകുന്നത് നമ്മുടെ ബോഡി ബിൽഡർ ആകാൻ വേണ്ടിയല്ല. നമുക്കൊരു ബേസിക് അസ്തറ്റിക് ഒരു ഫിഗർ വേണം, അത്യാവശ്യം മസിൽ വേണം, കുറച്ച് ഡെഫിനിഷൻ വേണം മസിലിൽ, അത്രേ ഉള്ളൂ. അത് നമുക്ക് ബോഡി ബിൽഡറിന്റെ ഇൻസ്പിറേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എങ്ങനെ ഡയറ്റ് എടുക്കേണ്ടതെന്ന്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ബോഡി ടൈപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, ഐ മീൻ നിങ്ങളുടെ ഐഡിയൽ ബോഡി ഫിഗറോട്ട് ആകാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്ക്നെസ്, അതിനെ കൂടുതൽ വർക്കൗട്ട് ചെയ്തിട്ട് ബിൽഡ് ചെയ്യുക. ഇത്ര സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന സപ്ലിമെന്റ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് എൻഹാൻസർ പോലെയാണ്, പെർഫോമൻസിന് വേണ്ടി മാത്രമാണ് ശരിക്കും നിങ്ങളുടെ. അതല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഡേ ടു ഡേ ലൈഫിൽ സത്യം പറഞ്ഞ ജിമ്മിൽ പോകുന്നതുകൊണ്ട് ആകെ അത്ര എനർജി ഒന്നും കുറയില്ല. പിന്നെ കുറയുമെന്ന് ചോദിച്ചാൽ കുറയും, ഓൺലി വെൻ യു ഡു കാർഡിയോ. എക്സ്ട്രീം കാർഡിയോ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ എനർജി വല്ലാതെ ഡൗൺ ആയിട്ട് നമുക്ക് ഉറക്കമൊക്കെ വരുള്ളൂ. അല്ലാതെ ജിമ്മിൽ പോയി നമ്മൾ ചെയ്യുന്ന അല്ലാത്ത ബോഡി വെയിറ്റ് എക്സസൈസസ് ഇല്ലേ, ലിഫ്റ്റ് ചെയ്യുന്നത്, അതിനൊന്നും നമ്മുടെ അധികം എനർജി ബേൺ ആവുകയോ നമ്മൾ വളരെ ക്ഷീണിക്കുകയോ ചെയ്യില്ല. കാർഡിയോ എന്ന് പറഞ്ഞപ്പോഴാണ് അടുത്ത പോയിന്റ് നമ്മുടെ കാർഡിയോ ആണ്. കാർഡിയോയിൽ ഞാൻ പറയാൻ വന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. കാർഡിയോ എന്ന് പറയുന്നത് കാർഡിയോ വാസ്കുലർ എക്സസൈസ്. അതായത് നമ്മുടെ ബ്ലഡും നമ്മുടെ ഹാർട്ടിനെയും ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ലങ്സിനെയും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ്. ഇത് നമ്മുടെ എൻഡ്യൂറൻസ് എക്സസൈസ് ആണ്, നമ്മുടെ സ്ട്രെങ്ത്തിനെയും നമ്മുടെ സ്റ്റാമിനയും കൂട്ടാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ്. സോ ഈ എക്സസൈസുകൾ നമ്മുടെ എന്താ പറയുക, ബ്ലഡ് വെസൽസിനെ കൂട്ടുക, നമ്മുടെ സ്ട്രെങ്ത് കൂട്ടുക, സ്ട്രെങ്ത് അല്ല സ്റ്റാമിന കൂട്ടാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ എക്സസൈസ് നമ്മൾ എല്ലാ ദിവസവും ജിമ്മിൽ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് ജിമ്മിൽ പിന്നെ ചെയ്യാനുള്ള എനർജി ബാക്കി ഉണ്ടാവും. കാരണം ഏറ്റവും കൂടുതൽ എനർജി ബേൺ ആവുന്ന എക്സസൈസ് ആണ് കാർഡിയോ എക്സസൈസസ്. സോ കാർഡിയോ എക്സസൈസ് വീക്കിലി നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ലാസ്റ്റ് ഡേയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയോ അല്ലെങ്കിൽ മിഡിലോ ഒരു ദിവസം മൊത്തം ശരിക്കും കാർഡിയോ എക്സസൈസിന് മാത്രം മാറ്റി വെക്കുക. അതും അധികം ഇന്റൻസിറ്റിയിലല്ല, കുറെ ഡ്യൂറേഷനിൽ ചെയ്യുക. ഓടുമ്പോഴത്തേക്ക് 2 കിലോമീറ്റർ 5 മിനിറ്റ് ഓടരുത്. പക്ഷെ 2 കിലോമീറ്റർ അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്റർ, അങ്ങനെ രീതിയിൽ പയ്യെ കൂൾ ഇന്റൻസിറ്റി അല്ല, കൂടുതൽ ലെങ്ത് എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ റിസൾട്ട് കിട്ടും. അത് മാത്രമല്ല നമുക്ക് എനർജി സേവ് ചെയ്യാൻ പറ്റും. കൂടുതൽ റിസൾട്ടും കിട്ടും, എനർജി സേവ് ആവും. പക്ഷെ നമ്മുടെ ചിന്താഗതിയാണ് നമ്മൾ സ്പീഡിൽ ഓടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫാറ്റ് ബേൺ ആവുന്നത്. സ്പീഡിൽ ഓടുമ്പോൾ കൂടുതൽ കാലറി ബേൺ ആവുന്നുള്ളൂ, ഫാറ്റ് ബേൺ ആവുന്നില്ല. ഫാറ്റ് ബേൺ ആവുന്ന ഒരു ഐഡിയൽ നോർമൽ പേസ് ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ കാലറി എടുക്കുന്നതിന് പകരം അത് ബോഡിയിൽ ഫാറ്റ് ഉപയോഗിക്കും, കുറച്ച് കുറച്ച് കുറച്ചായിട്ട്. ഇത് ഞാൻ സയന്റിഫിക്കലി പഠിച്ചൊരു കാര്യമാണ്. ഇതിനെ പ്രൂഫ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ടു ഫോക്കസ് ഓൺ ദ റിയാലിറ്റി ഓഫ് പ്രോട്ടീൻ. നമ്മുടെ കേരളത്തിലെ ഡയറ്റ് ആയിക്കോട്ടെ, ഇന്ത്യയുടെ ഡയറ്റ് ഓൾ ടുഗദർ പറയുകയാണെങ്കിൽ നമ്മൾ ആർക്കും അത്ര പ്രോട്ടീൻ ഇമ്പോർട്ടൻസ് ഇല്ല നമ്മുടെ ഡയറ്റിൽ. നമ്മുടെ ഡയറ്റ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്, പിന്നെ കുറച്ച്, ഐ മീൻ പച്ചക്കറികളിൽ ലീഫ് ഒക്കെ ഉള്ളപ്പോൾ കുറച്ച് വിറ്റമിൻസ് ഒക്കെ കിട്ടും. പിന്നെ അല്ലാതെ സാധാരണ പച്ചക്കറികൾ. നമുക്ക് വിറ്റമിൻസിന്റെയോ മറ്റുള്ള സാധനങ്ങളുടെ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വളരെ ഉണ്ടാകും. അത് നമ്മുടെ ജെനറ്റിക്സിലും കാണാൻ പറ്റും. നമുക്ക് ആർക്കും അങ്ങനെ ബൈ ഡിഫോൾട്ട് നല്ലൊരു ബോഡി ഫിഗർ ഉണ്ടാവാറില്ല. ഒരു ആവറേജ് ബോഡി ഫിഗർ ഉള്ളൂ, എന്തായാലും നല്ല ഫാറ്റ് ഉള്ള ഒരു ബോഡി ഫിഗർ ആയിരിക്കും. ബട്ട് നമ്മുടെ ഡയറ്റ് നമ്മൾ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ഡയറ്റിൽ നമ്മൾ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതൊരു ഭയങ്കര വലിയ യൂസാണ്. കാരണം പ്രോട്ടീൻ നമ്മുടെ മസിൽ കൂട്ടുക മാത്രമല്ല, നമുക്ക് എനർജി വരും. നമുക്ക്, ഐ മീൻ പ്രോട്ടീന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്, അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഈ മാസം എല്ലാ ദിവസവും ചിക്കൻ കഴിക്കണം എന്നൊന്നും അല്ല. നിങ്ങൾക്കൊരു മെയിൻ്റെനൻസ് പ്രോട്ടീൻ ആണെങ്കിൽ 1.5 ടൈംസ് യുവർ ബോഡി വെയിറ്റ് എങ്ങാണ്ടമാണ് അതിന്റെ കണക്ക് പെർ ഡേ. അത്തരം പ്രോട്ടീൻ എടുക്കാൻ ഈ പച്ചക്കറികളായിക്കോട്ടെ,
എന്നിട്ട് കുറച്ച് മീറ്റ് ആയിക്കോട്ടെ. ഇത് രണ്ടും മതി. മിനിമം അത്രയും പ്രോട്ടീൻ കഴിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഭയങ്കര മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഡയറ്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കുന്ന അത്രയും ശതമാനം പ്രോട്ടീൻ ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതില് 2 ടൈംസോ 2.5 ടൈംസോ 3 ടൈംസ് ഒന്നും എടുക്കണം. നമുക്ക് കാശ് കൈ നിൽക്കൂല. 3 ടൈംസ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് അത്രയും കാലത്ത് ഫുഡിനൊക്കെ ഒരു ദിവസം കഴിക്കണമെങ്കിൽ കൈ നിൽക്കൂല, ബോഡി ബിൽഡർ ആവേണ്ടി വരും. അപ്പം അത്ര 2 ടൈംസ് 2.5 ടൈംസ് ഒക്കെ നല്ലൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പ്രോട്ടീൻ കഴിക്കാം. പിന്നെ പ്രോട്ടീൻ ദഹിക്കാൻ കൂടുതൽ സമയം എടുക്കും. സോ കൂടുതൽ സമയം കൂടുതൽ എഫേർട്ട് എടുക്കും. സോ ചിലപ്പോൾ ആൾക്കാർക്ക് ഇത്ര പ്രോട്ടീൻ ഒരുമിച്ച് കഴിച്ചൊക്കെ ദഹിക്കണം എന്ന് നിർബന്ധമില്ല. ഭയങ്കര ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ വരും. സോ പ്രോട്ടീൻ എപ്പോഴും ഒരു എന്താ പറയുക, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഗ്രാജുവൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനീഷ്യലി പോയിട്ട് ഇപ്പൊ 6 മുട്ടയും 7 മുട്ടയും ഒക്കെ ഒരു ദിവസം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ദഹിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ സോ പല പ്രശ്നങ്ങളും വരും. ഓക്കെ, സോ പ്രോട്ടീന്റെ കാര്യവും പറഞ്ഞു. ഇനി നെക്സ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ, ജിമ്മിൽ പോവുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക എന്ത് ചെയ്യുവാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ, ഏതൊരു അത്ലീറ്റിനോട് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണെന്നറിയാമോ? റെസ്റ്റ് ആൻഡ് റിക്കവറി. ഞാൻ നിങ്ങളോട് പറയില്ല എന്താണ് 8 മണിക്കൂർ ഉറങ്ങണം, 6 മണിക്കൂർ ഉറങ്ങണം എന്നൊന്നും ഞാൻ അല്ല, 8 മണിക്കൂർ ഉറങ്ങണം, എപ്പോഴും കൃത്യമായിട്ടുള്ള റെസ്റ്റ് എടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നമ്മുടെ ഡേ ടു ഡേ ലൈഫാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും. നമുക്ക് കൂടുതൽ ചിലപ്പോൾ ദിവസം ഇരിക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് ഇരിക്കേണ്ടി വരും. സോ ഞാൻ പറയുന്നത് റെസ്റ്റ് ആൻഡ് റിക്കവറിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ ചെയ്യാൻ. നിങ്ങളുടെ വർക്കൗട്ട് റെജിമെന്റലായിട്ട് കൊടുക്കുകയും റെസ്റ്റ് ആൻഡ് റിക്കവറി കുറച്ച് കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്, സത്യം പറഞ്ഞാൽ ബിൽഡിനേക്കാളും കൂടുതൽ. സോ ഞാൻ അത്ര കൺസിസ്റ്റന്റ് ആയിട്ട് റൂട്ടീനായിട്ട് ജീവിതം പോകുന്ന ഒരാളല്ല. ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്, ചില ദിവസങ്ങളിൽ ഒട്ടും മോട്ടിവേഷൻ ഉണ്ടാവില്ല. സോ ഞാൻ വർക്ക് കൂൾ ചെയ്യുക അല്ലെങ്കിൽ അധികം ഉറങ്ങുന്നില്ല, ക്ഷീണമാവും, ഭക്ഷണം കഴിക്കുന്നതിന് മര്യാദയ്ക്ക് എന്നൊക്കെയുള്ള ദിവസങ്ങളിൽ ഞാൻ ചെറിയ വർക്കൗട്ടുകൾ ചെയ്യുള്ളൂ. അധിക എനർജി എടുത്ത് വല്ലാണ്ട് വർക്കൗട്ട് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും പകുതി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഞാൻ നിർത്തും. എന്നിട്ട് പിന്നെ ശാന്തമായിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ മടുക്കുമ്പോൾ നിർത്തുകയും ചെയ്യും. ഐ മീൻ വേറെ വർക്ക് ചെയ്യാനൊന്നും നിൽക്കില്ല. ചില ദിവസം ഞാൻ എക്സസൈസ് ചെയ്യില്ല, കാരണം എന്റെ വർക്ക് കാരണം. ചില ദിവസങ്ങൾ ഭയങ്കര മോട്ടിവേഷനാണ്, അന്ന് ഞാൻ കൂടുതൽ എക്സസൈസ് ചെയ്യും, എന്നിട്ട് അതുപോലെ റെസ്റ്റ് എടുക്കും. സോ നിങ്ങൾ റെജിമെന്റ് പോലെ നോക്കരുത്. ഇത്ര വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല ഇത്ര വർക്കൗട്ട് ചെയ്യണം, പിന്നെ ബാക്കിയുള്ളത് എങ്ങനെയും അങ്ങനെയല്ല. ഇത്ര വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റെസ്റ്റ് കൊടുക്കണം ആ ദിവസം. ഇനി എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ ചുമ്മാ കുത്തിക്കയറ്റി വർക്കൗട്ട് ചെയ്യരുത്. കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിന്റെ അത്ര റെസ്റ്റ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബോഡി വീക്കായി തുടങ്ങും. പിന്നെ ഇത് വല്ലപ്പോഴൊക്കെയാണെങ്കിൽ സാരമില്ല. ഇങ്ങനെ റെഗുലർലി നിങ്ങൾ എന്താ പറയാ, 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വർക്കൗട്ട് ചെയ്തിട്ട് വെറും 4 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് വരവരേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു വർക്കൗട്ട്. അപ്പോൾ റെസ്റ്റ് ആൻഡ് റിക്കവറി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര എഫേർട്ട് ഇടുന്നു അതിനനുസരിച്ചുള്ള റിക്കവറി കൊടുക്കുക. അത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ബോഡി വല്ലാതെ ടയേർഡായി ക്ഷീണിച്ചൊക്കെ എണീറ്റ് പോകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാം അത്ര റിക്കവറി ഒന്നും പോരാന്നുള്ളത്. നമ്മൾ എത്രയാണോ റിക്കവറി കൊടുക്കാൻ വരെ നമുക്ക് പറ്റുന്നത് അതുപോലെ വർക്കൗട്ട് ചെയ്താൽ മതി. ബട്ട് ദ ഇമ്പോർട്ടന്റ് പാർട്ട് ഈസ്, നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യണം, ആ അസ്ഥറ്റിക് കൊണ്ടുവരണമെങ്കിൽ എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ്. അതായത് ഈ എല്ലാ ദിവസവും ഒരേപോലെ വർക്കൗട്ട് ചെയ്യുന്നത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് നിങ്ങൾ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ ഒരു ദിവസം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രസ് സ്റ്റോപ്പ് ആവും. എല്ലാ ദിവസവും ഇച്ചിരിയെങ്കിലും വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് കുറയായിരിക്കും, പക്ഷെ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക, കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. സോ എല്ലാ ദിവസവും ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ്. അല്ല എല്ലാ ദിവസവും ഒരേ ഇന്റൻസിറ്റി ചെയ്യണമെന്നത് രണ്ടാമത്തെ കാരണം, ഐ മീൻ സെക്കൻഡ് റീസൺ ആണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ചെയ്യണം. സോ നിങ്ങൾക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്നും വർക്കൗട്ട് ചെയ്യണം, പക്ഷെ വളരെ ചെറുതായിട്ട് ചെയ്താൽ മാത്രം മതി. വേണമെങ്കിൽ 20 മിനിറ്റ് കാർഡിയോ ചെയ്തിട്ട് നടന്ന് ട്രെഡ്മില്ലിൽ ഓടിയിട്ട് വരുമോ, അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ചെയ്തിട്ട് നിർത്തിയാലും മതി, നോ പ്രോബ്ലം. കുറച്ച് പുഷപ്പും പുള്ളപ്പ് എടുത്ത് നിർത്തി അധികം ചെയ്യണ്ട, പക്ഷെ എല്ലാ ദിവസവും ചെയ്യുക. ദാറ്റ്സ് ദ ഇമ്പോർട്ടന്റ് പാർട്ട്. സോ ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന മിക്സും അതേപോലെ ബിഗിനർ മിസ്റ്റേക്സും നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുമ്പ്. സോ എനിക്ക് ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ജിമ്മിൽ പോയിട്ട് ആശാൻ ഇതിന്ന് കാണിക്കുമ്പോൾ ഞാൻ ആരും ചെയ്യുന്നല്ലാതെ, അല്ലാതെ എങ്ങനെ റെസ്റ്റ് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നില്ല. സോ ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂസ്ഫുൾ ആണ്. സോ പ്രോട്ടീൻ ഇംപ്രൂവ് ചെയ്യുക. കാർഡിയോ അനാവശ്യമായി ചെയ്യേണ്ട, കാരണം അത് വേസ്റ്റ് ഓഫ് യുവർ എനർജി ആണ്, അല്ലാതെ നിങ്ങൾക്ക് ശരി ഫാറ്റ് ബേൺ ആവില്ല. സോ കാർഡിയോ നിങ്ങളുടെ ഇന്റൻസിറ്റി കുറച്ച് ലെങ്ത് കൂട്ടുക, ഡ്യൂറേഷൻ കൂട്ടുക. സെക്കൻഡ്, തേർഡ്, അവനെന്താ പറഞ്ഞത്, റെസ്റ്റ് ആൻഡ് റിക്കവറി. നിങ്ങൾക്ക് എത്ര റെസ്റ്റ് ആൻഡ് റിക്കവറി കിട്ടുന്നോ അറിയാവോ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്താൽ മതി. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ്. അല്ല എല്ലാ ദിവസവും ഒരു ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്തിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡി നശിക്കുകയാണ് ചെയ്യുന്നത്, ബിൽഡ് ചെയ്യാവുന്നതിനേക്കാളും കൂടുതൽ. പിന്നെന്താ പറഞ്ഞ, ആ നിങ്ങളുടെ ജെനറ്റിക്സും നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ് നോക്കിയിട്ടാണ് നിങ്ങളുടെ വർക്കൗട്ട് സ്പ്ലിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അല്ലാതെ എന്തെങ്കിലും ഒരു ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ എനിക്കാവാൻ വേണ്ടി അർണോൾഡിന്റെ വർക്കൗട്ട് സ്പ്ലിറ്റ് എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല. അർണോൾഡൊക്കെ ജെനറ്റിക്സിന് നല്ല ചെസ്റ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരാൾക്കൊരു ജെനറ്റിക്സ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് ജെനറ്റിക്കലി നല്ല ചെസ്റ്റ് നല്ല ഷോൾഡർ ഒക്കെ ഉണ്ടാവും.
സോ അവർക്ക് ചിലപ്പോൾ കാലുണ്ടാവില്ല, ഐ മീൻ ലെഗിന് അത്ര എന്താ പറയാ വിഷ്വൽ ഡെഫിനിഷനോ സ്ട്രെങ്തോ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അത് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യും. സോ നിങ്ങളുടെ സ്വന്തം എന്താണ് നിങ്ങളുടെ റിയാലിറ്റി, എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, നിങ്ങൾക്ക് ചെസ്റ്റ് നന്നായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഗ് ആണോ കൂടുതൽ സ്ട്രെങ്ത് ഉള്ളത്, കൂടുതൽ ലുക്ക് ഉള്ളത്, എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് വേണം നമ്മൾ വർക്കൗട്ട് പ്രിപ്പയർ ചെയ്യാനും ചെയ്യാനും. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തുള്ള യൂസ്ഫുൾ അതേപോലെ റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിലല്ല ഇവിടെയായിട്ട് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. സോ ഈ ഒരു ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.